അനക്ക് രാവിലെ തന്നെ മാങ്ങട്ടി? അത് നല്ല രാവിലെ ശരീപ്പൊക്കെ കൊണ്ടുവന്നേന്. എന്റെ ശരീപ്പൊക്കെ ഇഞ്ച മകനോ? മാങ്ങിക്ക് കൊണ്ടരൂലേ അപ്പൊ എന്റെ മകന്? എന്തായാലും ഇജ്ജ് മക്കളൊക്കെ മുങ്ങി കഴിച്ചണ്ട. ഗോൾട്ടി കൂടി എടുത്തുകൊണ്ടി. കുഞ്ഞുട്ടിന്റെ അടുത്തേക്ക് ഇവിടുന്ന് ഒരാൾ പോകുന്നുണ്ട്. അപ്പൊ ഓനും കുറച്ചൊക്കെ ചക്ക പൊരിച്ചതും മണം നിറക്കണം. പോത്ത് തേമാരും വരറ്റിങ്ങാണ്ട് കൊണ്ടുപോകും വേണം. ആ ഇറച്ചി ഇപ്പൊ കൊണ്ടുവന്നേരും ഇങ്ങോട്ട്. അപ്പൊ അതും ഒന്ന് ശരിയാക്കി വെക്കണം. ചക്കനെ നിങ്ങൾ എടുത്തോടുന്നങ്ങാണ്ട് അതും ഒന്ന് പൊരിച്ചങ്ങാണ്ട് ശരിയാക്കി വെക്കണം. ഇളച്ചന്മാർക്കൊന്നും ഇപ്പൊ ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ കയറൂല, പ്രത്യേകിച്ച് ഇവിടെ. അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട്, അത് കുഴപ്പമില്ല. ഇതാ പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ പ്രാവശ്യത്തെ അത്ര ഇല്ല. കാരണം എന്താ വെച്ചാല് ഷെരീഫൊക്കെ കുറച്ചെന്തോ പൈസ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മേടിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ഇതിങ്ങനെ വിട്ടാലേ സംഭവം ശരിയാവില്ല. ഇത് രണ്ട് പാത്രത്തിലാക്കണം. ഇത് പെച്ചത് കിട്ടണതും ഇല്ലാതാവും. മോൾട്ടിനെ കജ്ജിലാക്കണം, എന്നെങ്കിലേ കാര്യം നടക്കുള്ളൂ. വാടാക്കാണ് പോയിക്കോട്ടെ. നമ്മള് വല്ല ഓല ഇവിടുന്നാണ്ട് ഒഴിവാക്കുക. ഓരോരു വാടപ്പേരിക്ക് മാറിക്കോട്ടെ. അതാണ് ആനക്കും എനിക്കും കുഞ്ഞുട്ടിക്കും നല്ലത്. നമ്മൾക്ക് മോശല്ലേ നമ്മൾ ഇത്ര വലിയൊരു വീട് വെച്ചിട്ട് ശരിപ്പിക്കുക. ഹസീനത്തിൽ വേറെ പോണം. ഓല് കണ്ടാളൂ ഇവിടുന്ന് അങ്ങോട്ട് വാടകയ്ക്ക് പോയെങ്കിൽ തന്നെയുള്ളൂ ഓല് പഠിച്ച്. അങ്ങനെ കുഞ്ഞുട്ടിന്റെ ചെലവിൽ ഒരുപാട് ജീവിച്ചണ്ട. ഇച്ച കിട്ടണമില്ലാതാക്കിയങ്ങാണ്ട്. അജ് തിരക്കടില്ലല്ലോ ആളിജ് ഇവിടെ വന്ന് ഒളിഞ്ഞ് നിങ്ങാണ്ട് കേക്കാണില്ലേ എല്ലാം. ജി പഠിപ്പും പഠിച്ചോ. മുൾട്ടിന്റെ ഉണങ്ങിയ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി ഇങ്ങാണ്ട് വന്നാണ്. നൊണ്ണ പറയുന്നില്ലടി. എനിക്കറിയില്ല മോൾട്ടേജ് കേൾക്കണില്ല ഉമ്മ പറയണേ. ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഉമ്മ പറയണേന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഉമ്മ പറഞ്ഞ തന്നെയാണ് എന്റെ അഭിപ്രായം. മോജതിക്ക് ഈ പെരീന്ന് പോയിക്കൊണ്ടി. എനിക്ക് ഇവിടുന്ന് പോണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ വിട്ട് പോണ സങ്കടം കൊണ്ടാണ് ഇവിടുന്ന് പോവാത്തത്. അമ്മ വരി. അസിയെ കൊടുത്തു. കുട്ടികളൊക്കെ വലിയോല് സ്കൂളിൽ പോയിക്കണേ. എന്നാ കുറച്ച് ചിക്കനും ഉണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെയാണ്. അവിടെ കൊണ്ടുവച്ചാൽ അടുക്കളയ്ക്ക്. വെള്ളം എടുക്കട്ടമ്മ. കൊഞ്ഞി വെള്ളമൊന്നും വേണ്ട. ഞാൻ ബസ് ഇറങ്ങിയപ്പോളേ ഒരു ലൈം മുടിച്ചു അവിടെ കടയിൽ നിന്ന്. ഭയങ്കര ദാഹിച്ചു. അല്ല അവിടുന്ന് ഇമ്മേ ഇളച്ചിയോ ആരെങ്കിലും വന്നീനി ഇങ്ങോട്ട് വിളിച്ചേ വരി എന്തെങ്കിലും ചെയ്തീനോ? ഇല്ല, വിളിച്ചിട്ടും ഇല്ല, വന്നിട്ടും ഇല്ല. ഇല്ലേ? എന്താലേ ഈ മക്കളങ്ങനെ വ്യത്യാസം കാട്ട. എങ്ങനെയാണാവും പെറ്റ തള്ളാർക്ക് ഇതിന് കജ്ജ. അന്നതൊന്നും മുൻകൊന്നും ഇതിന് കജ്ജൂല. അതുകൊണ്ട് ഇപ്പൊ എന്താ സിയമ്മാന്റെ കുട്ടിക്ക് സുഖമായി. അത്ര കൂട്ടിയാ മതി. അതിലൊന്നും ഇപ്പൊ ഇടങ്ങാറാണ്ട കാര്യമില്ല. മറ്റേത് നേരം വെളുത്ത് നീച്ച 5 മണി 5:30 നീച്ച ഓല വേല വലിച്ചാൽ തുടങ്ങിയാൽ രാത്രി കടക്കോളം വലിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അനക്ക് വെറും കുറ്റങ്ങളല്ലേ ഉള്ളൂ. അതും ഇന്നോട് ഇപ്പൊ പോരുമ്പോ അവിടെ ഇറക്കി വിടുന്ന സമയത്ത് നേരെ ജന പെരീക്ക് വന്നോണ്ട് ജിന്നോട് പറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇജിപ്പോഴും എന്നോട് പറയാം. അതിൻ്റെ ഉള്ളിൽ നിരവിച്ചെന്നല്ലേ ഇക്കാരം. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും ഇടങ്ങാറാവൂലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ. എന്തായാലും അങ്ങനെ അവിടെ നിൽക്കണക്കാട്ടിൽ നല്ലത് ഇറക്കി വിട്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. എന്തിനാ അമ്മാനെ കുട്ടി ഇങ്ങനെ ഓൾക്ക് വേരും വലിച്ചെടുത്ത് ഇടങ്ങാറാവേണ്ട കാര്യം. ഞാൻ കഴിഞ്ഞുറി വന്നപ്പോഴേ ആ കുട്ടികളെ ആ പായില് കടത്തി ഉറക്കിയത് കണ്ടിട്ടിച്ച് സങ്കടം വരും. എൻ്റെ നെഞ്ഞിങ്ങനെ പൊട്ട്. ഞാൻ പെരീക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൽബിൽ അതന്നെ ഉള്ളൂ. ഇനി എന്താ ഇപ്പോൾ കാട്ടണത്? തള്ളാരിങ്ങനെ ആയാൽ അവിടുന്ന് ഇറക്കി വിടുമ്പോൾ കല്യാണത്തിന് വാങ്ങിയ കട്ടിലും അലമാരെങ്കിലും എന്താ തിരിച്ചു തന്നിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ താഴെ കടത്തണ്ടില്ലേ. ഇനിയിപ്പോൾ ഇജു ഒന്ന് താഴെ കടന്നാലും എങ്ങനെയാണ് അവ ഈ തള്ളാർക്ക് ഇതിനൊക്കെ കജ്ജ. ഇളച്ചിയാക്കും മുത്തച്ചിയാക്കും നാത്തൂമാർക്കൊക്കെ പിന്നെ അങ്ങനെയാണൊക്കെ. സ്വന്തം പേരക്കുട്ടികളല്ലേ. അതിനിപ്പം മകനെ പറ്റാത്തവർക്ക് പിന്നെ എങ്ങനെ ഇപ്പം പേരക്കുട്ടികളെ പറ്റിയല്ലേ. കട്ടിലും ഒരുമാരെയും തന്നാൽ മതി. വേറെ ഒന്നും ഇല്ലേലും വേണ്ടില്ല. ആ കുട്ടികളെ പുതിയതൊക്കെ ഇപ്പൊ ആ കവറിൽ കെട്ടിയട വെച്ചിക്കല്ലേ താഴത്ത് കൂടെ. പാത്രങ്ങളും കണ്ടതൊക്കെ പിന്നെ തിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് 2000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ അത്യാവശ്യത്തിനില്ല കിട്ടും.
അപ്പൊ അവിടെ കൂടിയിട്ട് ചെറിയ റൂമത്തെ ഫാൻ അവിടെ വെറുതെ കിടക്കല്ലേ, അവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ഫാനും പിന്നെ എന്താണ് ആ റൂമത്തെ തന്നെ കട്ടിലും അത് രണ്ടും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അമ്മ ബസ്സിൽ വന്നുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റാത്തത്. ഉമ്മാനടുത്ത് പൈസ അല്ല, ഇനിയിപ്പോ തൊഴിലുറപ്പിന്റെ പൈസ കയറാനിരിക്കണം. കയറിയിട്ട് ഇനിമ്മ എന്താണ് ഒരു ദിവസം കുടിസ് എന്തെങ്കിലും വിളിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിയപ്പ് വരുമ്പോ ഓനെ പറഞ്ഞു വെച്ചാൽ മതി. അപ്പൊ എന്തേലും പേരേന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഏതായാലും ഇഞ്ച കുട്ടീനെ ഇടങ്ങാറാക്കിങ്ങാണ്ട് ഓരൊന്നും കൂടുതൽ കാലം സുഖമായിട്ട് ജീവിച്ചൂല. അങ്ങനെയൊന്നും പറയണ്ട ഉമ്മ. ഉമ്മ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ ഷെരീഫൊക്കെ കിട്ടിയത്. ഷെരീഫൊക്കെ കുടുംബം ഒക്കെ നോക്കാനൊക്കെ ഉഷാറാണ്. പൈസയൊക്കെ പിന്നെ കുട്ടികളെ സ്കൂളിൽ കൊടുക്കാനും മദ്രസ കൊടുക്കാനും പിന്നെ ചെലവും കാര്യങ്ങളും കറണ്ട് ബില്ലും ഗ്യാസൊക്കെ വേണ്ടേ, അതിനേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പെരയിൽ ഇപ്പൊ അവിടെ എല്ലാരും കൂടി നിന്നപ്പോ എല്ലാരും ചെലവും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് നോക്കിനി. അതൊക്കെ ഷെരീഫൊക്കെ തന്നെയല്ലേ. ഇമ്മാക്ക് പൈസ ആയിട്ട് കുഞ്ഞുട്ടി കൊടുക്കണോണ്ടാണ്, ഷെരീഫൊക്കാനത്ത് കൊടുക്കാനില്ലാത്തോണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ആകാൻ കാരണം. പിന്നെ ഞാനും ഒന്നും പഠിച്ചില്ലല്ലോ. മറ്റേത് മോൾട്ടി പൈസ ഒക്കെ കൊടുക്കുമ്പോ ഞാൻ പെരയിൽ ഇങ്ങനെ നടക്കല പണിയെടുത്തും കൊണ്ട് എനിക്കൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ആയത്. ഇമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നോട് ശരിയൊക്കെ പറയല അതൊന്നും സാരല്ല, ഇമ്മ അവിടെ പറഞ്ഞോട്ടെ. ഇപ്പൊ മരിച്ചിട്ട് ഇമ്മ കുറെ കെതിയിട്ടിരിക്കണം ഞങ്ങളെ നോക്കി വളർത്താനൊക്കെ. അങ്ങനെ ഉമ്മാനെ പാവം തോന്നിയിട്ടാണ് ശരിയൊക്കെ ഇത്രയും ദിവസം അവിടെ തന്നെ ഇനിയും കുട്ടികളെയും കൊണ്ട് നിന്നത്. ഇപ്പോഴും ശരിയൊക്കെ ആലോചിച്ചുമ്പോ ഭയങ്കര ഇടങ്ങാറാണ്. എന്നോട് വരുമ്പോഴും ഫോൺ വിളിച്ചുമ്പോഴൊക്കെ പറയും ഇമ്മ എല്ലായിട്ട് ഭയങ്കര ഗതികേട്. ഞാൻ അവിടെ ആവുമ്പോ ഇമ്മയും മോൾട്ടിയൊക്കെ 7 മണി 7:30 ആവും നീച്ച് വരാന്. അപ്പോത്തിന് ഇഞ്ച ചായയും കാടിയും മോൾക്ക് കൊണ്ടാകാനുള്ള ചോറൊക്കെ ആവുന്നതാണ്. ഇപ്പോഴും മോൾട്ടി വേണമെങ്കിൽ നേരം വെക്കേണ്ടി ഇണയിക്കാനും നീച്ചല്. ഇമ്മ എന്തൊക്കെയാണ് ആവും കാട്ടുന്നത് ആലോചിച്ചിട്ട് ഇച്ചൊരു ഗതിയോടും ഉണ്ട്. എൻ്റെ ഈ മനസ്സോണ്ട് തന്നെയാണ് ആ സ്റ്റേജ് ഇങ്ങനെ ആയതേ. എന്തെങ്കിലുമൊക്കെ ഒരു നാലിനെ പറയുമ്പോൾ ഒന്നങ്ങോട്ട് പറഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ ഇമ്മാനുട്ടിക്ക് ഈ അവസ്ഥ വരൂലേ. ദിജും കണക്കാ ഓനും കണക്കാവുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ. ഓനും തന്നെ ഒന്ന് അറിഞ്ഞ് രണ്ടാമത്തേന് ഉമ്മ അറിഞ്ഞാണ്ടിട്ടാണ് ഇപ്പൊ കോലായത്. ഏതായാലും ഇപ്പൊ അന്നാട്ടി വിട്ടതുകൊണ്ട് ഇപ്പൊ എന്തോൽക്ക് കാര്യം കിട്ടിയത്. സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കല് ശരിയപ്പല്ലേ. ഇനിയിപ്പൊ അത് ഓല് വാങ്ങി വെക്കാനല്ലേ. ഓനെ വിചാരം പോലെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2-3 ആൾക്കാരായതുകൊണ്ട് ഇപ്പൊ ചെലവൊന്നും ഉണ്ടാവില്ല നിൽക്കാനും. എന്തേലും കാട്ടിക്കോട്ടെ. ഉമ്മാന്റെ കുട്ടീനെ എന്തായാലും അവിടുന്ന് ഇറക്കി വിട്ടത് നന്നായി. അവിടെ നിന്ന് അനുഭവിച്ചേണ്ട കാര്യമില്ല ഇനിയാലും. പിന്നെ ഇപ്പൊ പെര ചെറുതൊന്നും കിട്ടിയില്ല, വലിയൊരു പെരയാണ് കിട്ടിയിരിക്കണതില്ലേ. അതിനിപ്പൊ ഇനി മാസം 5000 ഉറുപ്പ്യ ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ ഗതികേട്. ഇല്ലെങ്കിൽ ഇപ്പൊ കിട്ടണ കോരിക്കൂട്ടിങ്ങാണ്ട് ഒരു 2 സെന്റ് 4 സെന്റിലൂടെയും വാങ്ങിയിട്ടാ മതി. ഇനി പഞ്ചായത്ത് നിന്നേലും ഉമ്മാന്റെ കുട്ടികൾക്ക് ഒരു പെര ഇട്ടിക്കോളൂ. ഇനി പെരയിലില്ല മെഷീനില്ലേ, അത് ഫാനും കട്ടിലും കൊടുത്ത് വെക്കുമ്പോ ആ കൂട്ടത്തിനാണ് കൊടുന്നേരണ്ട്. എന്നിട്ട് ഉമ്മ കുറച്ചൊക്കെ അടിച്ചെങ്കിലും പഠിച്ചോ. ഷെരീഫൊക്കെ പറയുന്നുണ്ട് ഒരു 5 സെന്റ് സ്ഥലം എങ്ങനെയെങ്കിലും ലോണൊക്കെ എടുത്തെങ്ങാണ്ട് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോ നല്ലോണം അന്വേഷിച്ചപ്പോ നല്ല ചെക്കനുമാണ്, നല്ല പെരക്കാരുമാണ്, അത്യാവശ്യം മുതലും ഉണ്ട് ഒക്കെ കെട്ടിച്ച് വിട്ടതാണ്. ഇങ്ങനെയൊക്കെ ആവുന്ന ഇപ്പൊ ആരും കരുതിയില്ലല്ലോ. അത് കുഴപ്പമില്ല, മുതലൊക്കെ പഠിച്ചോൻ്റെ അടുത്താണ്. ഇന്ന് വരും നാളെ പോക്കെ ഉണ്ടായിക്കോളും. എന്തായാലും ഓൻ നല്ലൊരു ചെക്കനല്ലേ ഷെരീഫ്. പിന്നെ നിങ്ങളിങ്ങനെ വാടകയ്ക്ക് പോരുമ്പോഴും വേറെ പേരൊക്കെ വെക്കുമ്പോൾ പെൺകുട്ടികളെ പെരിയണ അത്യാവശ്യം എന്തേലൊക്കെ തരും. അതിനിപ്പോ ഇമ്മാക്ക് തൊഴിലുറപ്പും പോയിട്ട് വേണ്ടേ. പിന്നെ ഇപ്പൊ ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ ഇപ്പൊ ആങ്ങളാരായിട്ട് തരാനൊന്നും. പിന്നെ ഇപ്പൊ ഇപ്പാരും ആങ്ങളാരൊക്കെ വേണം. അത് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഞമ്മക്ക് ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ മുത്തുമോൾ ഓക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓക്കും ഇപ്പൊ കെട്ടിച്ചു കൊടുത്ത് നല്ല സുഖല്ലേ ഓലൊറ്റൊക്കെ ആയതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേരൊക്കെ ആയിക്കോളും. അല്ല അപ്പൊ എന്താ പറയാ. അങ്ങനെയൊന്നും ഇപ്പൊ നിങ്ങൾ ആലോചിച്ചണ്ടമ്മ, ഒക്കെ ശരിയാവും. കുട്ടികളെ കാര്യത്തിൽ തന്നെയാണ് എനിക്കും ഗതികേട്. ഓൽക്ക് ഇപ്പൊ ഇതൊന്നും അറിയില്ലല്ലോ. ഓലിപ്പോ ഈ AC റൂമിൽ കടന്നതും നല്ലപോലെ തിന്നും കുടിച്ചൊക്കെ കഴിഞ്ഞതല്ലേ. ഓലെ കാര്യം ആലോചിച്ചുമ്പോ തന്നെ എനിക്ക് ഗതികേട്. ഓൽക്കില്ലത് പഠിച്ചോൻ കൊടുത്തോളൂ. എന്തായാലും ഉമ്മാക്ക് തോന്നണില്ല ഇമ്മാനെ കുട്ടി നോക്കണ മാതിരി മോൾട്ടി നോക്കും ഉമ്മാനെ നിച്ച് തോന്നണില്ല. എന്ത് കണ്ടുങ്ങാണ്ടാണ് ഉമ്മ ഈ പണിക്കൊക്കെ നിക്കണത്. ഈ മരിച്ചോളം കാല ഈ കുഞ്ഞുട്ടി മോൾട്ടി ഉമ്മാനെ നോക്കും കരുതിയിട്ടാണ് ഈ ഓല ഭാഗം കൂടി ഉമ്മാനെ കുട്ടീനെയും ഷെരീഫിനെയും ഇങ്ങനെ ഒറ്റപ്പെടുത്തണത്. മുതലൊക്കെ പഠിച്ചോലെ കജ്ജിലില്ല കാര്യല്ലേ.
അതിന് ഇങ്ങനെ ഇടങ്ങാറാക്കേണ്ട കാര്യമുണ്ടോ? ഈ പേരക്കുട്ടികളൊക്കെ എങ്ങനെ നോക്കണ്ടാണ്. എന്നിട്ട് ചോറിനൊക്കെ കൂട്ടാണ്ടാക്കി? കറി ഞാൻ വെണ്ടക്ക കറി വെച്ചിക്കണം, പിന്നെ ഉണക്കമീൻ പൊരിച്ചിരിക്കുകയാണ്. ശരിപ്പൊക്കെ പോണതിന്റെ മുന്നിൽ 2.5 കിലോ മീൻ കൊണ്ടുവന്നീനി. പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ ചൂടാക്കിയങ്ങാണ്ട് ഒരാഴ്ചയോളൊക്കെ ഞങ്ങൾ കൂട്ടി. പിന്നെ ഇപ്പൊ വാങ്ങിയാലും ഫ്രിഡ്ജില്ലല്ലോ. പിന്നെ പൈസ അപ്പോഴൊക്കെ ഞാൻ വാങ്ങും. ഉമ്മാക്ക് ഇപ്പൊ നല്ല സുഖാണ് പൊന്നുവോ. എന്നോട് പറയാച്ചാല് ഒരു പണി എടുക്കണ്ട, പണിക്കാള് നേരം വെളുത്തങ്ങാട് ഞാനിങ്ങോട്ട് നീച്ച് വരുമ്പോത്തിന് ടേബിളുമ്മൊക്കെ ഇങ്ങോട്ട് ഇരുന്നാ മതി. എല്ലാത്തിനും പണിക്കാരത്തി ഉണ്ടായതുകൊണ്ട് ഇച്ച നല്ല സുഖാണ്. പിന്നെ പറഞ്ഞാൽ മോൾട്ടി രാവിലെ പോകും. അപ്പൊ പിന്നെ ഈ പണിക്കാരത്തി ഞാനും അല്ലേ. മറ്റേത് ഇങ്ങനെ അസീനാനോടും കുട്ടികളോടൊക്കെ ഇങ്ങനെ ഒച്ചയും പൊളിയിട്ട് നടക്കണ്ടേ. ഇപ്പൊ പിന്നെ ഓളി ഇറക്കി വിട്ടോണ്ട് അതിലും നല്ല സുഖാണ്. ഇന്റെ കാര്യം നോക്കി അങ്ങനെ നടന്നാ മതി. ഞാൻ അങ്ങനെ കടക്കും. കുറെ ഞാൻ ഫോണിൽ ഞാൻ എല്ലാരെയാണ് വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കുറെ തന്നെ സൈനാബാൻ്റെ കൂടെ പോകും, പിന്നെ കുറെ ഖദീജാൻ്റെ കൂടെ പോകും. അങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും വർത്താനം പറഞ്ഞു ഓലും ഇങ്ങോട്ടും വന്ന് നല്ല സുഖാണ് ഇപ്പച്ച്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞുട്ടിനെയും മോൾട്ടിനെയും സോപ്പിട്ടുങ്ങാണ്ടില്ല ഒരു ജീവിതമല്ല ഇപ്പം. അതുകൊണ്ടൊന്നും തന്നെ ഓൾക്ക് കിട്ടണ വെച്ച് കൊണ്ടുവന്നേരും ഓനയക്കണതും നല്ല സുഖമാണ്. ഇപ്പം ഞാൻ റാണിയാണ് പൊന്നു. ഇനി ഇമ്മട്ടി ഇങ്ങോട്ട് പോന്നാളാ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. ഇതാണ് ഇവിടെ പരിപാടിയില്ലേ, തിരക്കടില്ലല്ലോ തള്ള സാധനം. ഇജ വന്നിക്കണെന്ന് അറിഞ്ഞാലേ 10 ഉറുപ്പിയും കൂടി കൂട്ടിങ്ങാണ്ട് ഓൻ അയച്ചൊന്നോളും. ഇജ് ഈ പ്രാവശ്യം വരുമ്പോ ഞമ്മക്കേ എവിടേക്കെങ്കിലൊക്കെ ടൂർ പോകാം കുട്ടികളെയും കൊണ്ട്. മോൾട്ടിനോട് എൻ്റെ കുടുംബത്തേക്കാണെന്ന് പറഞ്ഞങ്ങാണ്ടേ ഞമ്മക്ക് അങ്ങനെ ഇല്ലെങ്കിലൊക്കെ ടൂർ പോകാം. ഓള് പിന്നെ 4:30-5 മണിയാവൂല വരാനേ. ഓള് വരുന്നതിൻ്റെ മുന്നേ ഞമ്മക്ക് ഇങ്ങോട്ട് എത്തും ചേച്ചാ. ഇത് കൊള്ളാലോ തള്ള, ഈ വയസ്സാം കാലത്ത് ഇത്രയൊക്കെ ബുദ്ധിയുണ്ട് ഇതിന്. പിന്നെ വേറൊരു കാര്യം അമ്മ പറയാൻ മറന്നു. ഫിദമോൾക്കേ ഒരു മാല വാങ്ങാന്ന് വിചാരിച്ചങ്ങാണ്ട് ഞാൻ കുഞ്ഞുട്ടി തന്ന പൈസയൊക്കെ ഞാൻ ഒരു കൂട്ടി വെച്ചീനി. ഇജ് വന്നിട്ട് ഞമ്മക്കത് എടുക്കാം. പൈസയൊക്കെ ഇപ്പൊ കജിലുണ്ട്. ഞമ്മക്ക് അടിച്ച് പൊളിച്ചു വാവ്. ഇനി ഒരുപാട് നേരം വെക്കിച്ചൊന്നും വേണ്ട നിന്നങ്ങാണ്ട് 4 ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് പോന്നാളാ. ഇതാള് തിരക്കടില്ലല്ലോ. ഇനി കുഞ്ഞുട്ടിനെ പറ്റിച്ചെങ്ങാണ്ട് മകക്കുണ്ടാക്കി കൊടുക്കല്ലേ. നല്ല ഒരു പണി കൊടുക്കണം ഈ തള്ളക്ക്, ശരിയാവൂലല്ലെങ്കിൽ. ഇപ്പോഴല്ല ഇതിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായത്. താത്താനെ പറഞ്ഞേച്ചെങ്ങാണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പണിയില്ലേ.